إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. من المؤمنين رجال صدقوا ما عاهدوا الله عليه فمنهم من قضى نحبه ومنهم من ينتظر وما بدلوا تبديلا. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും, പ്രത്യേകിച്ച് ഒറ്റപ്പെടുന്ന സ്വകാര്യ സന്ദർഭങ്ങളിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് വിശുദ്ധരായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കാരുണ്യവാനായ അല്ലാഹു അവന്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ച് വിശുദ്ധരായി ജീവിച്ച് സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ അള്ളാഹുവിന്റെ ദാസന്മാരിൽ, ഇഷ്ടപ്പെട്ടവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസികളെ, അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹു മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേതൃത്വം കൊടുത്ത ബദർ യുദ്ധത്തിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചില്ല. ഇസ്ലാമിന്റെ മാർഗത്തിലുള്ള ഏറ്റവും ശ്രദ്ധേയമായ യുദ്ധം എന്ന നിലയിൽ അതിൽ പങ്കെടുക്കാത്തതിലുള്ള വിഷമവും പ്രയാസവും അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു അസ്വസ്ഥതയായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ വായിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നു, ഇന്ന് അറാനിയല്ലാഹു മശ്ഹദൻ ഫീഹ ബഅദു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലയറാനിയല്ലാഹു മാ അസ്നഉ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒന്നിച്ച് അല്ലാഹു എനിക്ക് ഒരു അവസരം കാട്ടിത്തന്നാൽ തീർച്ചയായും ഞാൻ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ധീരമായി സമരം ചെയ്യുന്നത് അല്ലാഹുവിന് കാണുമാറാകും. തുടർന്നാണ് ഉഹദ് യുദ്ധം വരുന്നത്. ആ ഉഹദ് യുദ്ധത്തിലെ അദ്ദേഹം സംബന്ധിക്കുകയാണ്. നമുക്കറിയാം, ഉഹദ് യുദ്ധത്തിന്റെ ആദ്യ സന്ദർഭങ്ങളിൽ വിശ്വാസികളെ അവർ പിന്തിരിഞ്ഞോടിയ സമയവും സന്ദർഭവും ആ ചരിത്രവുമൊക്കെ നമ്മൾ കേട്ടതും അറിഞ്ഞതുമാണ്. മുസ്ലിം സൈന്യം പിന്തിരിഞ്ഞോടുമ്പോൾ അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹു ധീരമായി മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു സന്ദർഭത്തിലാണ്
സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അല്ല, താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത്? ഈ ഒരു സമയത്ത് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, വാ ലിരീഹം അൽ ജന്ന അദിദുഹാ ദൂന ഉഹദിൻ. ഒരു ആശ്വാസത്തിന്റെ, ഒരു ആത്മനിർവൃതിയുടെ വാക്കായിട്ടാണ് അല്ലെ. എന്തൊരു ഒരു ആശ്വാസത്തോടുകൂടിയും അത്ഭുതത്തോടുകൂടിയും അദ്ദേഹം പറയാണ്, സ്വർഗത്തിന്റെ വാസന, സ്വർഗത്തിന്റെ വാസന ഉഹുദ് മലയുടെ ഇപ്പുറത്തു നിന്ന് അതാ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് അനസ് ബിൻ നദീർ റളിയല്ലാഹു അൻഹു പറയുന്നത്. നോക്കൂ നിങ്ങൾ, അദ്ദേഹം ആ ഉഹുദ് രണാങ്കണത്തിൽ എല്ലാവരും പിന്തിരിഞ്ഞോടിയപ്പോഴും ധീരമായി അദ്ദേഹം ശത്രു സൈന്യത്തെ നേരിടുകയും അദ്ദേഹം രക്തസാക്ഷിയാവുകയും ചെയ്തു. മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ വെട്ടും കുത്തും മറ്റുമായി 80-ൽ പരം പരുക്കുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുകയാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധീരമായി പോരാടുവാനും അള്ളാഹുവിന്റെ മാർഗത്തിലെ രക്തസാക്ഷിയാകുവാനും മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിനെ പ്രേരിപ്പിച്ചത്, അദ്ദേഹത്തിന് തോന്നിയത്, അനുഭവപ്പെട്ടത് സ്വർഗത്തിന്റെ വാസന ഞാൻ അനുഭവിക്കുന്നു എന്നതാണ്. വിശ്വാസികളെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏതൊരു കർമ്മത്തിന്റെയും ലക്ഷ്യമെന്ന് പറയുന്നത് സ്വർഗമാണ് അല്ലെ. സ്വർഗം എന്താണെന്ന് ബോധ്യപ്പെട്ടവന്, നരകത്തിന്റെ ഭീകരത എന്താണെന്ന് മനസ്സിലാക്കിയവന് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ കർമ്മങ്ങളൊക്കെ അവന് കൃത്യമായി ചെയ്യും. അതിലേക്ക് പോകുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം പൂർണ്ണമായി വിട്ടുനിൽക്കും. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന നിസാരമായ കാര്യമാണെങ്കിലും ജീവിതത്തിൽ അത് വളരെ പ്രാധാന്യത്തോടുകൂടി ചെയ്യുമെന്നതാണ് വളരെ കൃത്യമായി സ്വഹാബികളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്ന സംഗതി. നമ്മുടെ മുൻഗാമികളൊക്കെ ആ സ്വർഗത്തിന് വലിയ ത്യാഗം ചെയ്തവരാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അഹ്സാബിലെ 23-ാമത്തെ ആയത്ത് ഇറങ്ങുന്നത്. മിനൽ മുഅ്മിനീന റിജാലുൻ, വിശ്വാസികളിൽ ചില പുരുഷന്മാരുണ്ട്, അല്ലെങ്കിൽ ചില ആളുകളുണ്ട്, സദഖു മാ ആഹദുല്ലാഹ അലൈഹി, ഏതൊരു കാര്യത്തിൽ അല്ലാഹുവോട് അവർ ഉടമ്പടി ചെയ്തുവോ അവർ അതിൽ സത്യസന്ധത പുലർത്തിയിരിക്കുന്നു എന്നാണ് അല്ലാഹു പറയുന്നത്. ഫമിൻഹും മൻ ഖലാ നഹ്ബഹു, അവരിൽ ചിലർ രക്തസാക്ഷിത്വത്തിലൂടെ തങ്ങളുടെ പ്രതിജ്ഞ നിറവേറ്റിയിട്ടുണ്ട്. അവരിൽ ചിലരോ അത് കാത്തിരിക്കുന്നവരുമുണ്ട്. അവർ ഉടമ്പടിക്ക് യാതൊരുവിധ മാറ്റവും വരുത്തിയിട്ടില്ല എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബിലെ 23-ാമത്തെ ആയത്തിൽ എന്ത് ചെയ്യാണ് പറയുന്നത്. നോക്കൂ നിങ്ങളെ, അള്ളാഹുമായുള്ള കരാർ ഏറ്റെടുത്ത് സ്വർഗത്തിന് വേണ്ടി ത്യാഗം ചെയ്ത് രക്തസാക്ഷിയായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ് ഈ ആയത്ത് അള്ളാഹു അവതരിപ്പിക്കുന്നത്. എത്രയോ സ്വഹാബികളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ രക്തസാക്ഷികളായി അതിന്റെ അപ്പുറത്ത് ദീനിനു വേണ്ടി രാപ്പകലുകളില്ലാതെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിച്ച ആ സ്വഹാബിമാരെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിന്റെ അപ്പുറത്ത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം സ്വർഗത്തിന്റെ വാസന അല്ലെ. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് മാത്രമല്ല, ആ സ്വർഗത്തിന്റെ വാസന വളരെ വിദൂരത്തേക്ക് കിട്ടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. വിദൂരതയിലേക്ക് സ്വർഗത്തിന്റെ വാസനയുണ്ടാകും അല്ലെ. അത് സ്വർഗത്തിന് പുറത്തേക്ക് ദൂരങ്ങളിലേക്ക് അടിച്ചു വീശുകയും തങ്ങളുടെ കർമ്മഫലങ്ങൾക്കനുസരിച്ചുകൊണ്ടുള്ള ദൂരപരിധിയിൽ വിശ്വാസികൾ അത് അനുഭവിക്കുകയും ചെയ്യുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന്റെ അപ്പുറത്ത് നിന്ന് തന്നെ സ്വർഗത്തിന്റെ അനുഭൂതികളും സ്വർഗത്തിന്റെ ആസ്വാദനയും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുമെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. റസൂൽ പറഞ്ഞില്ലേ, വഇന്ന റീഹഹാ ലയൂജദു മിൻ മസിറതി കദാ വകദാ, അതിന്റെ വാസന, അതിന്റെ പരിമളമാവട്ടെ വളരെ വിദൂരതയിൽ തന്നെ അനുഭവപ്പെടുന്നതാകുന്നു എന്നാണ്. വ്യത്യസ്തമായ റിപ്പോർട്ടുകളിൽ അതിന്റെ വ്യത്യസ്തമായ വാചകങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും.
40 വർഷത്തെ വഴി ദൂരമെന്ന് നസായി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. 40 വർഷം യാത്ര ചെയ്താൽ എത്ര ദൂരമുണ്ടോ അതിന്റെ അപ്പുറത്തേക്ക് സ്വർഗത്തിന്റെ വാസനയുണ്ടെന്നാണ്. വേറൊരു ഹദീസിലുള്ളത് 500 വർഷത്തെ വഴി ദൂരം എന്നാണ്. 500 വർഷത്തെ വഴി ദൂരം. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച വാചകത്തിൽ നമുക്ക് 700 വർഷത്തെ വഴി ദൂരം എന്നൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ റിപ്പോർട്ടുകളിൽ സ്വർഗത്തിന്റെ വാസന അത് വളരെ വിദൂരതയിലേക്ക് കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ, എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു സംഗതി എന്താണോ, ഇത്രയും കൊല്ലത്തെ വഴി ദൂരത്തേക്ക് സ്വർഗത്തിന്റെ വാസന കിട്ടുമെങ്കിലും ആ സ്വർഗത്തിന്റെ വാസന പോലും കിട്ടാത്ത ചില ആളുകള് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു പക്ഷെ നമുക്കൊന്നും അത് വലിയൊരു സീരിയസ് ആയി തോന്നുകയില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുക എന്നത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലൊന്ന് പ്രജകളോട് ഗുണകാംക്ഷയില്ലാത്ത പ്രജാധിപതി എന്നാണ്. അഥവാ തന്റെ കീഴിലുള്ള താൻ ആരെയാണോ ഭരിക്കുന്നത് ആ ഭരണീയരോട് യാതൊരു നിലക്കും ഗുണകാംക്ഷയില്ലാത്ത ഭരണാധികാരികൾ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, മാ മിൻ അബ്ദിൻ, ഒരു അടിമയ്ക്ക് ഇസ്തർആഹു അല്ലാഹു റഇയതൻ, അടിമകളുടെ പ്രജകളുടെ ഭരണാധികാരം അവന് ഏൽപ്പിച്ചു കൊടുത്തു. ഫലം യഹുദ്ഹ ബിനസീഹത്തിൻ, അവർക്ക് ആ പ്രജയെ ഗുണകാംക്ഷയോടുകൂടി സംരക്ഷിച്ചില്ല എങ്കിൽ ഇല്ലാ ലം യജിദ് റായിഹത്തൽ ജന്ന, അവന് സ്വർഗത്തിന്റെ വാസന പോലും കിട്ടുകയില്ല എന്നാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നൊന്നും, ഇതൊക്കെ നാട് ഭരിക്കുന്ന ഭരണാധികാരികളെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ ആരും ചിന്തിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു വാചകം നോക്കൂ നിങ്ങൾ, കുല്ലുക്കും റാഇൻ, നിങ്ങൾ എല്ലാവരും ഭരണകർത്താക്കളാണ്, വമസ്ഊലുൻ അൻ റഇയതിഹി, നിങ്ങളുടെ കീഴെയുള്ള പ്രജകളെ കുറിച്ച് വിചാരണ ചെയ്യപ്പെടുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അൽ ഇമാമു റാഇൻ, ഒരു നാട് ഭരിക്കുന്ന ഭരണാധികാരി അവൻ എന്താണ്, ഭരണീയനാണ്. വമസ്ഊലുൻ അൻ റഇയതിഹി, തന്റെ പ്രജകളെ കുറിച്ച് ചോദിക്കും. വറജുലു റാഇൻ, ഒരു കുടുംബനാഥൻ, ഒരു പുരുഷന്, അവൻ ഫീ അഹ്ലിഹി റാഇൻ ഫീ അഹ്ലിഹി, അവന്റെ കുടുംബത്തിലെ ഭരണാധികാരിയാണ്. അവന്റെ കീഴെയുള്ള ആളുകളെ കുറിച്ച്, പ്രജകളെ കുറിച്ച് ചോദിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ, ഒരു സ്ത്രീ, ഒരു ഭാര്യ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവൾ തന്റെ ഭർത്താവിന്റെ വീട്ടിലുള്ള ഭരണാധിപയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, വമസ്ഊലുൻ അൻ റഇയതിഹാ, അവളുടെ കീഴെയുള്ള പ്രജകളെ കുറിച്ച് ചോദിക്കുമെന്നാണ്. വൽ ഖാദിമു, ഒരു വേലക്കാരൻ, റാഇൻ ഫീ മാലി സയ്യിദിഹി, തന്റെ യജമാനന്റെ സമ്പത്തിനെ സംബന്ധിച്ച് അവൻ ഭരണാധികാരിയാണ്. വമസ്ഊലുൻ അൻ റഇയതിഹി, അവന്റെ ആ ഉത്തരവാദിത്തത്തെ കുറിച്ച് വിചാരണയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഏതൊരു സ്ഥാനത്ത് നമ്മൾ നിൽക്കുന്നുവോ ആ സ്ഥാനത്ത് നിന്ന് നമ്മൾ ഭരണാധികാരികളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കീഴെയുള്ള നമ്മുടെ നിയന്ത്രണത്തിലുള്ള ആളുകളുടെ അവരുടെ അവകാശങ്ങളും അവരുടെ ഉത്തരവാദിത്തങ്ങളും അവരോട് വളരെ ഗുണകാംക്ഷയോടുകൂടിയുള്ള ഇടപെടലുകളും ഇല്ലാതെ പോയാൽ നാളെ പരലോകത്ത് സ്വർഗത്തിന്റെ വാസന പോലും കിട്ടാത്ത ആളുകളിൽ നമ്മൾ ഉണ്ടാകുമോ എന്ന് നമ്മൾ ഗൗരവത്തോടുകൂടി ആലോചിക്കുകയും ഭയപ്പെടുകയും ചെയ്തുകൊണ്ട് നമ്മുടെ കീഴെയുള്ളവരോട്, നമ്മുടെ കീഴിലുള്ളവരോട് ഉത്തരവാദിത്തം പൂർണ്ണമായി നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ വിശ്വാസികളെ നമുക്ക് കഴിയേണ്ടതുണ്ട്. അത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഭരണാധികാരി എന്ന നിലയ്ക്ക്, കുടുംബനാഥൻ എന്ന നിലയ്ക്ക്, കുടുംബത്തിന്റെ നാഥ എന്ന നിലയ്ക്ക്, അതേപോലെ തന്നെ വേലക്കാരനും പണിക്കാരനും എന്ന നിലയ്ക്ക് നാം നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെല്ലാം കൃത്യമായി നിർവഹിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാൻ കഴിയണം. എങ്കിൽ സ്വർഗത്തിന്റെ വാസന കിട്ടുന്നവരിൽ
അതിൽ നിന്ന് അകറ്റപ്പെടുന്ന ആളുകളിൽ ഉൾപ്പെടാതിരിക്കുവാനുള്ള ആ ഒരു കാരണമായി തീരും. അല്ലെങ്കിലോ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ പോയാൽ സ്വർഗത്തിന്റെ വാസന പോലും കിട്ടാത്തവരിൽ നമ്മൾ ഉൾപ്പെടുമെന്നാണ് അള്ളാന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്നോ, പിതൃത്വം. പിതാവിന്റെ സ്ഥാനമുണ്ടല്ലോ, പിതാവിനെ പിതാവല്ലാത്തവരിലേക്ക് ജൽപ്പിക്കുന്നവൻ എന്നാണ്. പലപ്പോഴും നമുക്ക് കാണാം, ദത്തെടുക്കുന്ന സന്താനങ്ങളൊന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ആളുടെ കുട്ടിയെ ദത്തെടുത്ത് വളർത്തുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ ചെറുപ്രായത്തിൽ തന്നെ ഒരുപക്ഷെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ തന്റെ കുടുംബത്തിലെ ഒരു അംഗമായി മുന്നോട്ടു പോകുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ പലപ്പോഴും ആ മക്കളെ കുറിച്ച് പറയുമ്പോൾ ഇതെന്റെ കുട്ടി എന്നാണ് ആളുകൾ പരിചയപ്പെടുത്താറുള്ളത്. അയാളുടെ ബീജത്തിൽ ജനിച്ച കുട്ടിയല്ല, അയാളല്ല അതിന്റെ യഥാർത്ഥ അവകാശി എന്ന് പറയുന്നത്. എങ്കിലും അങ്ങനെ അവകാശിയല്ലാത്ത ഒരു കുട്ടിയെ തന്റേതാണ് എന്ന് പറയുന്നുവെങ്കിൽ അവർക്ക് സ്വർഗത്തിന്റെ വാസന പോലും കിട്ടില്ലെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. من ادعى الى غير ابيه لم يرى رائحة الجنة وان ريحها ليوجد من مسيرة 500 عام എന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വല്ലവനും തന്റെ പിതാവല്ലാത്തവരിലേക്ക് തന്റെ പിതൃത്വം ഏൽപ്പിച്ചാലും അവൻ സ്വർഗത്തിന്റെ പരിമളം പോലും അനുഭവിക്കുകയില്ല. അതിന്റെ പരിമളം 500 വർഷത്തെ വഴിദൂരത്തിൽ നിന്ന് അനുഭവപ്പെടുമെന്നാണ്. വേറെ ഹദീസിൽ 70 ആമൻ 70 വർഷം എന്നും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പിതാവല്ലാത്ത, യഥാർത്ഥ പിതാവല്ലാത്ത ഒരു കുട്ടിയെയും അത് വളർത്തുന്നവരിലേക്കോ സംരക്ഷിക്കുന്നവരിലേക്കോ ചേർത്തു പറയാൻ പാടില്ലെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ വാചകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വളരെ ഗൗരവമുള്ള കാര്യമാണ്, നിസ്സാരമായ കാര്യമില്ല. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്, ചില ഭാര്യമാരുടെ പേരിനോടൊപ്പം ഭർത്താക്കന്മാരുടെ പേര് ചേർത്തുകൊണ്ട് എഴുതുന്നത് പൊതുവെ കാണാറുണ്ട്. അതൊരു ശരിയായ നിലപാടല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളൊക്കെ പരിശോധിച്ചാൽ, ആദത്തൊക്കെ പരിശോധിച്ചാല് ഏതൊരു കുട്ടിയെയും ഒന്നുകിൽ ഇബ്ന് ചേർത്ത്, ആൺകുട്ടിയാണെങ്കിൽ ഇബ്ന് ചേർത്ത്, അല്ലെങ്കിൽ ആ പെൺകുട്ടിയാണെങ്കിൽ ബിന്ത് ചേർത്തുകൊണ്ട് യഥാർത്ഥ പിതാവിലേക്ക് ചേർത്തുകൊണ്ടാണ് പറയാറുള്ളത്. എന്നാൽ ചില ആളുകളൊക്കെ ഭാര്യന്റെ കൂടെ ഭാര്യന്റെ പേരിനോട് ചേർത്ത് ഭർത്താവിന്റെ പേര് കൂടി ചേർത്ത് എഴുതുന്നത് സാധാരണ കാണാറുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ശരിയായ നിലപാടല്ല എന്നാണ് ഈ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. എന്നാൽ അങ്ങനെ പറയുന്നത് കൊണ്ട് കുറ്റല്ല. എങ്ങനെ ഇത് മുഹമ്മദിന്റെ ഭാര്യയാണ് അല്ലെങ്കിൽ അഹമ്മദിന്റെ ഭാര്യയാണ് എന്ന് പറയുന്നതൊന്നും കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അത് പേരെഴുതുമ്പോഴൊക്കെ അതിലേക്ക് ചേർത്തുകൊണ്ട് എഴുതുന്നത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കണം. എന്റെ ഭാര്യയുടെ പേര് സജന എന്നാണ്, എന്റെ പേര് അബ്ദുൾ റസാഖ് എന്നാണ്, സജന അബ്ദുൾ റസാഖ് എന്ന് എല്ലാ രേഖയിലും എഴുതാണ്. ഇസ്ലാമികമായി അതൊരു ശരിയായ നിലപാടല്ല എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. എന്നാല് എന്റെ ഭാര്യയ്ക്ക് എന്ത് ചെയ്യാ, അതാ ഞാൻ അബ്ദുൾ റസാഖിന്റെ ഭാര്യയാണ് എന്ന് പറയുന്നത് കൊണ്ട് വിരോധമില്ല. വിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇംറഅത്ത് നൂഹിൻ, നൂഹിന്റെ ഭാര്യ, ഇംറഅത്ത് ലൂത്തിൻ, ലൂത്തിന്റെ ഭാര്യ എന്നൊക്കെ. അങ്ങനെ അല്ലാതെ പേരിലേക്ക് ചേർത്തുകൊണ്ട് ഭാര്യമാരുടെ പേര് കൂടി ചേർത്തുകൊണ്ട് പറയുന്ന രീതിയും ശരിയായ നിലപാടല്ല എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പൊതുവെ പ്രസംഗിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ നോട്ടീസിലെ അധ്യക്ഷത വഹിക്കുന്ന, സ്വാഗതം പറയുന്ന ചില സംഘടനാ നോട്ടീസുകളിൽ പോലും അത്തരം കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഒരിക്കലും അങ്ങനെ നമ്മൾ എഴുതാൻ പാടില്ലെന്നതാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത്. ചേർത്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ കൂലി കിട്ടാൻ, അള്ളാഹുവിന്റെ സ്വർഗം കിട്ടാൻ നമ്മൾ അറിഞ്ഞു മനസ്സിലാക്കേണ്ട ദീനിയായ കാര്യങ്ങൾ, ഭൗതികമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പഠിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് സ്വർഗത്തിന്റെ വാസന പോലുമില്ലെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മൻ തഅല്ലമ ഇൽമൻ, ഒരാൾ ഒരു അറിവ് നേടുകയാണ്, മിമ്മാ യുബ്തഗാ ബിഹി വജ്ഹുല്ലാഹ്, അതിലൂടെ അവൻ നേടേണ്ടത് അല്ലാഹുവിന്റെ പ്രീതി മാത്രമാണ്. ലാ യതഅല്ലമുഹു ഇല്ലാ ലിയുസീബ ബിഹി അറളൻ മിനദ് ദുനിയ,
എങ്കിൽ ആ അറിവ് അവൻ നേടുന്നത് ദുനിയാവിലെ വല്ല നേട്ടവും ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ ലം യജിദ് അർഫൽ ജന്ന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവന് സ്വർഗത്തിന്റെ വാസന പോലും അവന് കിട്ടൂല എന്നാണ്. അപ്പൊ പരലോകത്ത് കൂലി കിട്ടാന്, പരലോക നേട്ടത്തിന് വേണ്ടി നമ്മൾ അറിഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ദുനിയാവിന്റെ നേട്ടത്തിന് വേണ്ടി നമ്മൾ പഠിച്ചാൽ തീർച്ചയായും അത്തരം ആളുകൾക്ക് സ്വർഗത്തിന്റെ വാസന പോലും ഇല്ലെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെന്താണെന്നോ മറ്റൊരു കാര്യം, ആളുകളെ ദ്രോഹിക്കുന്നവർ, അതേപോലെ തന്നെ വസ്ത്രം ധരിച്ചിട്ടും നഗ്നത മറയാത്ത സ്ത്രീകള് വളരെ ഗൗരവത്തോടു കൂടിയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്. സിൻഫാനി മിൻ അഹ്ലിന്നാർ, രണ്ട് വിഭാഗം ആളുകൾ നരകത്തിലാണ്. ലം അറഹുമാ, ഞാൻ അവരെ രണ്ടുപേരെയും കണ്ടിട്ടില്ല. പ്രവാചകൻ കാണാത്ത രണ്ട് വിഭാഗമാണ്. എന്താണ് ആ വിഭാഗത്തിന്റെ പ്രത്യേകത എന്ന്? ഖൗമുൻ മഅഹും സിയാത്തുൻ കാദിനാബിൽ ബഖരി, ഒരു വിഭാഗം അവിടെ കയ്യിൽ പശുവിന്റെ വാലുകൾ പോലുള്ള ചമ്മട്ടികളുണ്ട്, ചാട്ടവാറുകളുണ്ട്. എന്നിട്ടോ യളിബൂന ബിഹാ അന്നാസ്, അതുകൊണ്ട് ജനങ്ങളെ അടിക്കുന്നു, ജനങ്ങളെ ദ്രോഹിക്കുന്ന, ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്ന, ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന, ജനങ്ങളെ ഉപദ്രവിക്കുന്ന ആളുകൾ, അവരാണ് ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തെ വിഭാഗം നോക്കുന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു വനിസാഉൻ, സ്ത്രീകളാണ്. കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്തുൻ റൂസുഹുന്ന കാസിനിമത്തിൽ ബുഖ്തിൽ മായില ലാ യദ്ഖുൽനൽ ജന്നത വലാ യജിദന റീഹഹാ വഇന്ന റീഹഹാ ലയൂജദു മിൻ മസീരതി കദാ വകദാ. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് വസ്ത്രം ധരിച്ച എന്നാൽ നഗ്നരായ, മറ്റുള്ളവരെ തങ്ങളിലേക്ക് ചായിപ്പിക്കുന്ന, മറ്റുള്ളവരിലേക്ക് ചായുന്ന സ്ത്രീകളാണ്. അവിടെ തലകളോ ചാഞ്ഞാടുന്ന ഒട്ടകപ്പൂഞ്ഞകൾ പോലെയാണ്. അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അവർ സ്വർഗത്തിന്റെ പരിമളം പോലും വാസന പോലും അനുഭവിക്കുകയില്ല. സ്വർഗീയ പരിമളമാകട്ടെ വളരെ വിദൂരതയിൽ നിന്ന് തന്നെ അനുഭവപ്പെടുന്നതാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമുള്ള കാര്യം. സഹോദരിമാരെ, വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കണം. നമ്മൾ എന്തിനാ വസ്ത്രം ധരിക്കുന്നത്? നമ്മുടെ നഗ്നതകളൊക്കെ പൂർണ്ണമായും മറയുന്നതിന് വേണ്ടിയാണ്. ഒരുപാട് ധർമ്മമുണ്ട് വസ്ത്രത്തിന്. ഖുർആനും ഹദീസും പറഞ്ഞത് തന്നെയുണ്ട്. അതിന്റെ അപ്പുറത്ത് നമുക്ക് ബോധ്യമായ ഭൗതികമായ കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. എങ്കിൽ പ്രിയപ്പെട്ടവരെ, വസ്ത്രം ധരിച്ചിട്ടും സ്ത്രീകളുടെ ശരീരത്തിന്റെ ഭാഗങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന രീതിയിലാണെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് മാത്രമല്ല പ്രവാചകൻ പറഞ്ഞത്, സ്വർഗത്തിന്റെ വാസന പോലും കിട്ടുകയില്ലെന്നാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള ഉമ്മമാര്, നമ്മുടെ സഹോദരിമാര്, നമ്മുടെ പെൺമക്കള്, നമ്മുടെ ഭാര്യമാര്, അവരൊന്നും പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള സ്വർഗത്തിന്റെ വാസന പോലും കിട്ടാത്ത വസ്ത്രം ധരിച്ച് പുറമേക്ക് പോകുന്ന ആളുകളായി മാറരുത്. രക്ഷിതാക്കളായ നമ്മൾ ശ്രദ്ധിക്കണം. വാങ്ങിക്കൊടുത്ത് അവർക്ക് നരകം വാങ്ങിക്കൊടുക്കരുത്. അവർ ധരിക്കുന്നതിലൂടെ നമ്മളും നരകത്തിന്റെ ആളുകളായി മാറരുത്. അതുകൊണ്ടൊരു ജാഗ്രതയും ശ്രദ്ധയും ഈ വിഷയത്തിൽ ഉണ്ടാവണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ജനങ്ങളെ അന്യായമായി ദ്രോഹിക്കുന്നവനും നഗ്നതയുടുത്ത് ആളുകളുടെ ഇടയിലൂടെ സഞ്ചരിക്കുന്ന സ്ത്രീകളുമാണ് അല്ലെ. ഇനി ആറാമത്തെ വിഭാഗം എന്ന് പറയുന്നത് സ്ത്രീകൾ എങ്ങനെ അകാരണമായി ഭർത്താവിനോട് ത്വലാഖ് ആവശ്യപ്പെടുന്ന സ്ത്രീകളാണ്. എന്തെങ്കിലും ഒരു ചെറിയ പിണക്കോ എന്തെങ്കിലും ചെറിയൊരു അസ്വസ്ഥതയുണ്ടായാലേ ഉടനെ പറയും, അല്ല നിങ്ങൾ ഇങ്ങനെ കൊണ്ടാക്കിക്കളി അല്ലെ, എന്നെ വീട്ടിലേക്ക് കൊണ്ടേക്കളി, ഞാൻ ഇങ്ങനെ ആകാശത്ത് നിന്ന് പൊട്ടി വീണതല്ല, ഞാൻ പാറയിൽ പൊട്ടിമുളച്ചതല്ല, എനിക്കും വാപ്പയുണ്ട്, എനിക്കും ഉമ്മയുണ്ട്, എനിക്കും ആങ്ങളമാരുണ്ട്, എനിക്കും സഹോദരിമാരുണ്ട്, എനിക്കും വീടും അർത്ഥമൊക്കെയുണ്ട്. ഞാനെങ്ങനെ ആകാശത്ത് നിന്ന് പൊട്ടി വീണതാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കേണ്ടതില്ല. നിങ്ങൾക്ക് എന്നെ പറ്റില്ലെങ്കിൽ എന്നെ നിങ്ങൾ കൊണ്ടുപോയി ആക്കിക്കളിൻ എന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവരെ? എന്നെ നിങ്ങൾ ത്വലാഖ് ചെയ്തളിൻ എന്ന് പറയുന്നതിന്റെ വേറൊരു വേർഷനാണത്. ഒരു കാര്യം മനസ്സിലാക്കണം, രണ്ട് കാര്യങ്ങൾ തമാശക്ക് പറഞ്ഞാലും കാര്യവും, രണ്ടു കാര്യങ്ങൾ തമാശക്ക് പറഞ്ഞാലും അത് കാര്യമാകും. ഒന്ന് വിവാഹമാണ്, രണ്ടാമത് ത്വലാഖാണ്. ഒന്ന് വിവാഹമാണ്, രണ്ടാമത് ത്വലാഖാണ് അല്ലെ. ഒരാൾ തമാശക്ക് ചായക്കടയിൽ ഇരിക്കുമ്പോൾ അയാൾ പറയാൻ വിചാരിക്കുക വേറൊരാളോട്, ഇതാ നിങ്ങളുടെ ആ പെൺകുട്ടിയില്ലേ, ആളുകളൊക്കെ ഇങ്ങനെ സാക്ഷിയായി നിൽക്കുന്ന സമയത്താണ് പറയുന്നത്,
ഇതാ നിങ്ങളുടെ ആ പെൺകുട്ടിയെ ഞാനിതാ ഈ മഹറിന് ഞാനിതാ വിവാഹം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അയാൾ പറയാണ് ശരി ഞാനത് നിനക്ക് തന്നു എന്ന് പറഞ്ഞാൽ അത് കല്യാണമായി, അയാൾ ഭാര്യയായി. അത് ഞാനപ്പോ തമാശക്ക് പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അത് കാര്യമാണ്. ഒരാളെ പറയണേ ഞാൻ നിന്ന് തൊലാക്ക് ചെയ്തു എന്ന് തമാശക്ക് പറഞ്ഞാലും അത് തൊലാക്കാകും, അത് കുട്ടിക്കളിയില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം നോക്കുന്നെങ്കിൽ അയ്യുമംറഅത്തിൻ സഅലത് സൗജഹാ ത്വലാഖൻ ഫീ ഗൈരി മാ ബൈസിഹി ഫഹറാമുൻ അലൈഹാ റായിഹത്തുൽ ജന്ന. അല്ലാഹുവിന്റെ പ്രവാചകൻ എത്ര ഗൗരവത്തോടു കൂടിയാണ് ഇത് പറയുന്നതെന്നോ. തമാശയായി കാണാൻ പാടില്ലാത്തത് കൊണ്ടാണ് പ്രവാചകൻ അത് പറയുന്നത്. ഏതൊരു സ്ത്രീയാണോ തന്റെ ഭർത്താവിനോട് യാതൊരു കുറ്റവുമില്ലാതെ ത്വലാഖ് ആവശ്യപ്പെടുന്നത് അവൾക്ക് സ്വർഗത്തിന്റെ പരിമളം പോലും നിഷിദ്ധമാണ്, സ്വർഗത്തിന്റെ വാസന പോലും നിഷിദ്ധമാണ് എന്നാണ്. ചെറിയ തമാശ ആയതുകൊണ്ടല്ല, ഗൗരവമുള്ളത് കൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അത് പറയുന്നത്. അതുകൊണ്ട് സഹോദരിമാരെങ്ങനെ പുട്ടിന് തേങ്ങടുന്നത് പോലെ എങ്ങനെ എന്നെ കൊണ്ടേക്കളി, ഇങ്ങനെ ഒഴിവാക്കിക്കളി, അങ്ങനെ പറയാൻ പാടില്ല. അതൊക്കെ നമ്മൾ ഗൗരവത്തിൽ കാണേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂല് ഇത്ര ഗൗരവത്തോടു കൂടി പറഞ്ഞത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്താണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി കറുപ്പിക്കുക നിരക്കുന്നുള്ളത് ഉറപ്പാണ്. നിരക്കാന്നുള്ളത് ഫിത്രത്തായി ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. പക്ഷെ കളറ് മാറ്റണം, പക്ഷെ അത് കറുപ്പിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം നോക്കൂ നിങ്ങൾ. യകൂന ഖൗമുൻ യഖ്ലിബൂന ഫീ ആഖിരി സമാനി ബിസ്സവാദി കഹവാസിൽ ഹമാമി ലാ യരീഹൂന റായിഹത്തൽ ജന്ന. കാലാവസാനത്തിൽ, ലോകാവസാനത്തിന്റെ അടുക്കുന്നതിലേക്ക് അടുക്കുന്തോറും ഒരു വിഭാഗം ആളുകൾ പ്രാവുകളുടെ മേട പോലെ, പ്രാവുകളുടെ തൂവലുകൾ പോലെ മുടിക്കുറ്റി വെളുത്തതും അഗ്രഭാഗം കറുത്തതുമായ രീതിയിൽ കറുപ്പ് കൊടുക്കുന്നവരായിരിക്കും. ഉണ്ടാവൂലേ, കറുത്ത ചായം തേച്ച ആളുകൾ നോക്കൊണ്ട് അടി ഫുള്ള് വെള്ള കാണാൻ പറ്റും, മേലിങ്ങനെ കറുപ്പുണ്ടാകും. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ എന്നിട്ട് ആ ഹദീസിന്റെ അവസാനം നോക്കുന്നില്ലേ, ലാ യരീഹൂന റായിഹത്തൽ ജന്ന. സ്വർഗത്തിന്റെ വാസന പോലും കിട്ടൂല, സ്വർഗത്തിന്റെ വാസന പോലും കിട്ടൂല. മുടിയൊന്നും ഇങ്ങനെ കറുപ്പിച്ചിട്ട് ഇപ്പൊ സ്വർഗം കിട്ടാതിരിക്കെ അല്ലാഹുവിന്റെ റസൂൽ വഹീന്റെ അടിസ്ഥാനത്തിൽ പക്ഷെ കളറ് മാറ്റണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വാപ്പ ഇസ്ലാമിലേക്ക് വന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്ക വിജയ ദിവസം എന്തിയാണ് വാപ്പയെയും കൊണ്ടിങ്ങനെ ചെല്ലാണ്. അപ്പൊ വാപ്പാന്റെ അബൂ ഖുഹാഫന്റെ അവസ്ഥ എന്താണ്, വറഅസുഹു വലിഹിയതുഹു കസ്സഗാമത്തി ബയാദൻ. തുമ്പപ്പൂ പോലെയുള്ള അങ്ങേറ്റത്ത് നല്ല വെള്ളയാണ് അദ്ദേഹത്തിന്റെ താടിയും അദ്ദേഹത്തിന്റെ തലയിലെ മുടിയും. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗയ്യിറു ഹാദാ, ഇത് നിങ്ങൾ മാറ്റണം, കളറ് മാറ്റണം. വജ്തനിബു, നിങ്ങൾ ഒഴിവാക്കണം. സവാദ്, കറുപ്പ് കൊടുക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യണം. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന 2102 ഹദീസാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് പല ആളുകൾ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഖുത്ബ കഴിഞ്ഞപ്പോ കണ്ടുകൊണ്ടു അടുത്ത ആഴ്ചപ്പോ അതിന് കുറേ ആൾക്കാരെ നേരിച്ചു, അടുത്ത ആഴ്ചപ്പോ അത് കുറേ ആൾക്കാരെ നേരിച്ചു. കാരണം ആ ഒരു ഖുത്ബ ഈ ആശയം കിട്ടിയപ്പോ ഈ കറുപ്പ് കൊടുത്ത ആൾക്കാരൊക്കെ എന്ത് ചെയ്തു, ആ കറുപ്പ് കൊടുക്കല് ഒഴിവാക്കിയപ്പോ അടുത്ത വെള്ളിയാഴ്ച കുറേ നേരത്തെ വയസ്സന്മാര് എന്ത് ചെയ്താ നമ്മളെപ്പോൾ എന്റെ മഹലിലുള്ളൊരു അവസ്ഥ ഞാൻ പറഞ്ഞത്, എന്റെ മഹലിലുള്ളൊരു അവസ്ഥ പറഞ്ഞത്, നിങ്ങൾ ആലോചിച്ച് നമ്മളിങ്ങനെ കറുപ്പ് കൊടുത്തിട്ട് ഇനിയിപ്പോ നമ്മളെ 60 വയസ്സായി നമ്മളിപ്പോ 1ാം ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർത്ത് അവിടുന്ന് ഇങ്ങനെ വന്ന് SSLC പരീക്ഷ എഴുതി പിന്നെ ഇപ്പൊ സർക്കാർ ജോലിയൊക്കെ കിട്ടി നമ്മൾ പോകില്ല. 60 വയസ്സായവന് 60 വയസ്സ് തന്നെ, ഓൻ 5ാം വയസ്സുക്കും 6ാം വയസ്സുക്കും ഒന്നും തിരിച്ചു വരൂല. അപ്പൊ എന്താണത് ഇങ്ങനെ നിരച്ചത് ഇങ്ങനെ കാണുമ്പോ എന്താ വെച്ചാല് പോവാൻ ഏകദേശം കഴിക്കണമെന്നുള്ളൊരു ധാരണയെങ്കിലും ഉണ്ടാവുമല്ലോ. അതൊക്കെ ഒരു മരണത്തെക്കുറിച്ചുള്ള ചിന്തയൊക്കെ നമുക്ക് ഉണ്ടാക്കി തരുന്ന സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരിക്കലും കറുപ്പ് കൊടുക്കരുത്. മൈലാഞ്ചിടുക, കളറ് മാറ്റുക, അത് ആ കളറ് മാറ്റുന്നതിൽ നമുക്ക് കൂലിയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, നിങ്ങൾ കളറ് മാറ്റിക്കോളി, അത് റസൂലിന്റെ ഒരു കൽപ്പനയാണ്. ആംബ്ര നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുമ്പോ 24 മണിക്കൂർ നമുക്ക് കൂലിയിട്ട്, നമ്മൾ ഉറങ്ങുമ്പോഴും കൂലിയിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഒരിക്കലും നമ്മൾ കറുപ്പ് കൊടുക്കാൻ പാടില്ല. പിന്നെ
രണ്ട് വിഭാഗങ്ങൾ. മുആഹദിനെ കൊല്ലുന്നവൻ, ഇസ്ലാമിക രാഷ്ട്രത്തിൽ അഭയം സ്വീകരിച്ച് കഴിയുന്ന ആൾക്കാണ് മുആഹദ് എന്ന് പറയുന്നത്. അത്തരം ആളുകളെ കൊല്ലാൻ പാടില്ല, അങ്ങനെ കൊന്നാല് സ്വർഗത്തിന്റെ വാസന കിട്ടൂല എന്ന് പറഞ്ഞിട്ട്. പിന്നെ ദിമ്മിയെ കൊല്ലുക, ഇസ്ലാമിക രാഷ്ട്രത്തിലെ അമുസ്ലിം പൗരനാണ് ദിമ്മി എന്ന് പറയുന്നത്, അവരെയും കൊല്ലാൻ പാടില്ല. അങ്ങനെയുള്ള ആളുകൾക്കും സ്വർഗത്തിന്റെ വാസന ലഭിക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ നമ്മളെ നാടുമായി നമുക്ക് ബന്ധമില്ലാത്തത് കൊണ്ട് ഒന്ന് ഓടിച്ചു പറഞ്ഞു എന്നുള്ളത്. ബാക്കിയെല്ലാം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് സൂക്ഷ്മത പാലിക്കണം. സ്വർഗം ഏറ്റവും പ്രധാനമാണ്, അത് വെറുതെ കിട്ടൂല എന്ന് ആവർത്തിച്ച് ഖുർആൻ പറയുന്നുണ്ട്. കഠിനമായ അധ്വാനത്തിലൂടെ കിട്ടുന്നതാണ് സ്വർഗം. ആ സ്വർഗം കിട്ടണം, അതിന്റെ വാസനയൊക്കെ അനുഭവിച്ച് അതിന്റെ അനുഭൂതികളെല്ലാം കിട്ടി സന്തോഷത്തോടുകൂടി പരലോകത്തിൽ കഴിയുന്നവരായി നമ്മൾ മാറണം. അതിനുവേണ്ടി അധ്വാനിക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന്റെ വാസന പോലും കിട്ടാത്ത, അത് ലഭിക്കാത്ത ചില ആളുകളെ കുറിച്ചാണ്, ഏകദേശം 9ഓളം ആളുകളെ കുറിച്ചാണ് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ പറഞ്ഞത്, ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതൊക്കെ ശ്രദ്ധിച്ച് ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് അത് വരാതെ കാത്തു സൂക്ഷിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുറേ ആളുകൾ നമ്മിൽ നിന്ന് ഓരോ ദിവസവും നമ്മിന്ന് വേർപിരിഞ്ഞു പോവാണ്. ഇന്ന് പോലും ഒരു ജനാസ നമസ്കരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് യാത്രയായത്. എപ്പോൾ കാണുമ്പോഴും പുഞ്ചിരിച്ച് തന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ കുറെ നേരം ചർച്ച ചെയ്യുന്ന ഷൗക്കത്തലി എന്ന് പറയുന്ന സഹോദരൻ ഇന്നലെ മരിച്ച് ഇന്ന് 10:30 അദ്ദേഹത്തിന്റെ ജനാസ മറവ് ചെയ്തിട്ടുണ്ട്. എന്റെ ഉമ്മ കഴിഞ്ഞ ആഴ്ച മരിച്ചു, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ച സഹോദരങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കുറെ ആളുകൾ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോവാണ്. നാളെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയം നിലച്ച്, നമ്മുടെ ശ്വാസം നിലച്ച് ആറടി മണ്ണിലേക്ക് ഒരു കട്ടിൽ യാത്ര എനിക്കും നിങ്ങൾക്കുമുണ്ട്. അതിന്റെ മുമ്പ് പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകളൊക്കെ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക. സ്വർഗം നിഷിദ്ധമാക്കുന്ന കാര്യങ്ങളിലൊക്കെ വിട്ടുനിൽക്കാം. അല്ലാഹു നമ്മിന്ന് മരിച്ചുപോയ എല്ലാ ആളുകൾക്കും മഗ്ഫിറത്തും റഹ്മത്തും മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ.